സെക്ഷൻ 12 എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിൻ്റ്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ലോക്കൽ എക്സ്ട്രീമ എന്താണെന്ന് പറയണം അല്ലേ. ഇപ്പോൾ സെക്ഷൻ 12.1 ലോക്കൽ എക്സ്ട്രീമ. ഇപ്പോൾ ലോക്കൽ എക്സ്ട്രീമത്തിൽ നമുക്ക് എന്താണ് ലോക്കൽ മാക്സിമം, എന്താണ് ലോക്കൽ മിനിമം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ബി ഡിഫൈൻഡ് ഓൺ എ റീജിയൻ ആർ കണ്ടെയ്നിങ് എ പോയിൻ്റ് എ കോമ ബി. ദെൻ നമ്മൾ ലോക്കൽ മാക്സിമത്തിൻ്റെ ലോക്കൽ മിനിമത്തിൻ്റെ ഡെഫിനിഷൻ പറയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ ആറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതൊരു പോയിൻ്റ് എ ബി എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ് വൈ പ്ലെയിൻ എടുക്കുന്നു. ഈ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഞാൻ ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു റീജിയൻ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് കോമ വൈനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? അതായത് മൊത്തത്തിലുള്ള എൻ്റയർ ആറിൽ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് നമുക്ക് എൻ്റയർ ആർ ആവാം, അതായത് മൊത്തത്തിലുള്ള ഈ പ്ലെയിൻ ആവാം, മൊത്തത്തിൽ എക്സ് വൈ മൊത്തത്തിലുള്ള ഈ ഒരു പ്ലെയിൻ ആവാം, അല്ല ചെറിയ ചെറിയ സബ്സെക്ഷൻ ആവാം, അപ്പോൾ എന്തും ആവാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ളൊരു ഇതായിരിക്കാം, അല്ല ഇതിനേക്കാൾ ലാർജ് ആയിട്ടുള്ള നമുക്കൊരു ആർ എടുക്കാം. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്തും ആവാം, മൊത്തത്തിലുള്ള റിയൽ പ്ലെയിനും ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. പിന്നെ നമ്മൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയായിരിക്കണം, നമ്മൾ ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം, ആർബിട്രറി പോയിൻ്റ്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം എന്ത് പറയുന്നത്, എ ബി എന്ന് പറയുന്നത്. ഔട്ട് സൈഡ് ആയിരിക്കല്ലേ, അതായത് ഈ ആറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു പോയിൻറ്റും അതിന് പുറത്തായിരിക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഡെഫിനേഷൻ ഉള്ളത്. ഇനി നമ്മൾ പറയുകയാണ് എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഓൺ എ റീജിയൻ ആർ ആണ്. അതെന്ന് പറയുന്നത് ഏത് പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എ ബി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദെൻ എഫ് ഓഫ് എ ബി ഈസ് എ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഇഫ് എഫ് ഓഫ് എ കോമ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ആൾ points for all domain points xy in the open disk centered at a comma b എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയണത്, അതായത് എഫ് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരിക്കണം. അങ്ങനെ ആ ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ for all domain points xy in an open disk centered at എ ബി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്രാഫ് വരയ്ക്കാം. ഇപ്പോൾ ഇതാണ് എക്സ് വൈ പ്ലെയിനിൽ ഞാനിതിലുള്ള ഒരു റീജിയൻ ആറിൽ, ഈ ഒരു ആറിലാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിൻ്റാണ് എ ബി എന്ന് പറയുന്നത്. ഈ ഒരു എ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് എന്താ പറയണത്, എ ബി എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമം ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയുള്ള ഏതൊരു പോയിൻ്റ്, ഇവിടെയുള്ള പോയിൻ്റോ ഇവിടെയുള്ള പോയിൻ്റോ അങ്ങനെ ഇതിൻ്റെ ഈ എ ബി അല്ലാത്ത വേറെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ബിനേക്കാളും ചെറുതായിരിക്കണം. അതായത് എഫ് ഓഫ് എ ബി ആയിരിക്കണം അതിലുള്ള മാക്സിമം വാല്യൂ. ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും ആ വാല്യൂ എന്തായിരിക്കണം, എഫ് ഓഫ് എ ബിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഓപ്പൺ ഡിസ്ക് സെൻറ്റേഡ് അറ്റ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി ആയിട്ട് എ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഡിസ്ക് എടുത്തു. അപ്പോൾ ഇവിടെയുള്ള ഏത് പോയിൻറ്റും ഇവിടേക്കുള്ള ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എഫ് ഓഫ് എ ബി ആയിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എ ബി എന്ന് കൊടുക്കുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂവിന് ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിരിക്കണം ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് എഫ് ഓഫ് എ ബിൻ്റെ വാല്യൂ ആയിരിക്കണം വലുത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് എ ബി എന്ന് പറയുന്നത് എന്താ പറയുക, അതായത് എഫ് ഓഫ് എ ബി എന്ന് പറയുന്നിടത്താണ് ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കുക. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ കോമ ബി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സിമിലറായിട്ട് തന്നെയാണ് നമ്മളെ ലോക്കൽ മിനിമത്തിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. എഫ് ഓഫ് എ ബി ഈസ് ലോക്കൽ മിനിമം വാല്യൂ ഓഫ് എഫ് ഇഫ് എഫ് ഓഫ് എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ഫോർ ആൾ ഡൊമൈൻ പോയിൻറ്റ്സ് എക്സ് കോമ വൈ ഇൻ എൻ ഓപ്പൺ ഡിസ്ക് സെൻറ്റേഡ് അറ്റ് എ ബി. അപ്പോൾ അതായത് എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇപ്പോൾ ഞാനിതാണ് എ ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തെങ്കിൽ ഇതിനെ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക് കൺസിഡർ ചെയ്ത്
കഴിഞ്ഞാൽ അതിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെയുള്ള ഏതൊരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എഫ് ഓഫ് എ ബി ആയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂസിനേക്കാളും ചെറുതായിരിക്കണം. എഫ് ഓഫ് എ ബി ചെറുതായിരിക്കണം, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ വാല്യൂസിനും എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വലുതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് പറയണത്, ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് നമ്മളൊരു ഗിവൺ റീജിയനിൽ ഡിഫൈൻ ചെയ്യണു. ഒരു പോയിന്റ് എ ബിയിൽ എന്ന് പറയണത് അതിന് ലോക്കൽ മാക്സിമം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരിക്കണം. അതായത് എ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും എഫ് ഓഫ് എ ബിനേക്കാൾ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. ഇനി അതേമാതിരി തന്നെ ലോക്കൽ മിനിമം വാല്യൂ ആണ് അതിന് ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എ ബി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരിക്കണം ഫോർ ആൾ ഡൊമൈൻ പോയിൻറ്റ്സ് എക്സ് കോമ വൈ. അപ്പോൾ അത്രയാണ് ലോക്കൽ മാക്സിമത്തിൻ്റെയും ലോക്കൽ മിനിമത്തിൻ്റെയും ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഒരു തിയറത്തിലേക്കാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. തിയറം പറയുന്നത് നെയിംഡ് തിയറാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറാണ്. തിയറം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഈ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്താ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം. ലോക്കൽ എക്സ്ട്രീമം പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ആവാം അല്ലേ, ലോക്കൽ മാക്സിമം വാല്യൂ ആവാം, ഒക്കെ അതേമാതിരി തന്നെ ലോക്കൽ മിനിമം വാല്യൂ ആവാം. അപ്പോൾ ഈ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു തിയറം. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അപ്പോൾ അതെന്താ പറയണത് നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ മിനിമം വാല്യൂ അറ്റ് എൻ ഇൻറ്റീരിയർ പോയിന്റ് എ ബി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ and if first partial derivative exists there, then fx of a comma b is equal to 0 and fy of a comma b is equal to 0 എന്ന് പറയും. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇതൊരു തന്നിരിക്കുന്ന റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റീജിയനിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റീജിയനിലാണ് ഡിഫൈൻ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സിനെയാണ് ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റീരിയർ പോയിന്റിൽ ലോക്കൽ മിനിമോ അല്ലെങ്കിൽ മാക്സിമോ ഉണ്ട് എന്നാണ് പറയണത്. ഓക്കെ, ഏതാണെന്ന് പറയണില്ല. എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ എ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് ദ ഇൻറ്റീരിയർ പോയിന്റ് എ ബി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും കൂടി ഉണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്യുന്നു, ആ റീജിയനിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിന്റ് എ ബി എന്ന് എടുക്കുന്നു. അപ്പോൾ ആ എ ബിയിൽ ആ ഫംഗ്ഷൻ ഒരു ലോക്കൽ എക്സ്ട്രീമം വാല്യൂ ഉണ്ട്. ലോക്കൽ എക്സ്ട്രീമം വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോക്കൽ മിനിമം വാല്യൂയോ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം വാല്യൂയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അതുമാതിരി തന്നെ എന്താണ്, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് അറ്റ് എ കോമ ബി is equal to 0 ആയിരിക്കും. അതുമാതിരി തന്നെ എഫ് ഐ അറ്റ് എ കോമ ബി is equal to 0 ആയിരിക്കും. എഫ് എക്സ് അറ്റ് എ കോമ ബി is equal to 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് അറ്റ് എ കോമ ബി is equal to 0 എന്ന്. അതായത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ആ ഗിവൺ പോയിന്റ് എ ബിയിൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് പറയുന്നതാണ്. അതേമാതിരി തന്നെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ പോയിന്റിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ന് പറയുന്നതും ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് എങ്ങനെ പറയുന്നത് നോക്കാം. സപ്പോസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ എക്സ്ട്രീമം അറ്റ് ദ ഇൻറ്റീരിയർ പോയിന്റ് എ ബി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സപ്പോസ് ചെയ്യാണ്, എന്താ സപ്പോസ് ചെയ്യണത്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു എഫ് ഓഫ് എക്സ് വൈക്ക് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ഒരു ലോക്കൽ മിനിമം ഉണ്ടായിരിക്കുന്നു അല്ലേ. ഈ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമത്തിനെ നമ്മൾ ഒന്നിച്ച് പറയുന്നതാണ് ലോക്കൽ എക്സ്ട്രീമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ കയ്യിലുള്ള ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൊമ വൈക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് എ ബിയിൽ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ പ്ലെയിൻ വൈ ഇസ് ഈക്വൽ ടു B cut the surface z is equal to f of x comma y in the curve z is equal to f of x comma y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്ലെയിൻ ഉണ്ട്, y is equal to b എന്ന് പറയുന്ന ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് z is equal to f of x y എന്ന് പറയുന്ന സർഫേസിനെ ഒരു കർവിലൂടെ, അതായത് z is equal to f of x comma b എന്ന് പറയുന്ന കർവിലൂടെ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഫിഗർ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമ്മൾ ഈ ഒരു കർവ് ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കർവ് ഈ ഒരു സർഫേസ് ആണ് നമുക്ക് എന്ത് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എടുത്തത് വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന പ്ലെയിനിനെയാണ് എടുത്തത്. വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ ഒരു പോയിന്റ് ആയിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റ്. ആ ബി കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ഈ ബീയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലെയിനാണ്. ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സർഫസിൽ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എക്സ് കോമ ബി എന്ന് പറയുന്ന കർവ്. അതായത് ഈ ഒരു കർവിലൂടെയാണ് എന്ത് ചെയ്യണത്? ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് കട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ആദ്യം എന്താണ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫേസ് കൺസിഡർ ചെയ്യണു. അപ്പോൾ അതായിരുന്നു ഈ ഒരു സർഫേസ് ആയിരുന്നു എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയണത് വൈ ഇസ് ഈക്വൽ ടു ബിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ എന്ന് പറയണത്. അതായത് വൈ ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഈ വൈ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സർഫസിനെ കട്ട് ചെയ്യുന്നത് ഏത് കർവിലൂടെയാണ്? അതായത് സെഡ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ബി എന്ന് പറയുന്ന, അതായത് ഈ കർവ് ഇവിടെ വരച്ചിരിക്കുന്ന കർവ് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കർവിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഫിഗർ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വീണ്ടും പ്രൂഫിലോട്ട് പോവാം. അപ്പോൾ അതായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പറയുന്നത് ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഈസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ കർവ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കർവ് ഉണ്ടായിരുന്നു അല്ലേ, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറയുന്ന കർവിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും ഗ്രാഫിലോട്ട് പോവുകയാണ്. നമ്മളെടുത്ത കർവ് എന്ന് പറയുന്നത്, നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത്, അതായത് എക്സ് ആക്സിസ് ഈ ഒരു സൈഡിലാണ് എ കോമ ബി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ കർവ് എന്ന് പറയുന്നത് ഇതായിരുന്നു, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കർവിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ്, ഈ കർവിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് എ എന്ന് പറയുന്ന പോയിന്റ് എടുത്ത്. അതായത് ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ കർവിൻ്റെ അടിയിലാണ് വരുന്നത്. ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ കർവ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറഞ്ഞു. ആൾസോ സിൻസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സിസ്റ്റ് അറ്റ് എ കോമ ബി എന്ന് പറയുന്നത്, നമുക്ക് എഫ് ഓഫ് എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളിവിടെ ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഫംഗ്ഷൻ്റെ? സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കർവ് എടുത്തായിരുന്നു, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറയുന്നത്. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എന്ത് വരും? എക്സ് ബി എന്ന് വരും അല്ലേ. അതായത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് കോമ ബി എന്ന് വരും. ഇനി നമ്മൾ അതെന്ന് പറയുന്നത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ അറ്റ് എയിൽ കാണണം അല്ലേ. അറ്റ് എയിൽ ഇവാലുവേറ്റ് ചെയ്യുക പറയുമ്പോഴാണ് അതെന്ത് വരുന്നത്? ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എ കോമ ബി. അതായത് നമ്മൾ ഈ എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യും? എ എന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ്ടായിരുന്നു സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ dx is at x is equal to a is equal to fx of a comma b എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ ഫംഗ്ഷന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ഫംഗ്ഷൻ എന്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു? ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് ഉണ്ട് അല്ലേ. അറ്റ് എ ബിയിൽ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് ഏതാണെന്ന് അറിയില്ല, ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്നൊന്നും അറിയില്ല, എന്നാൽ ഏതോ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ദ ഫംഗ്ഷൻ
Z is equal to f of x comma b has a local extremum at a. അതായത് നമ്മുടെ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് എന്തുണ്ട്, ഒരു ലോക്കൽ എക്സ്ട്രീം ഉണ്ട്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫംഗ്ഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി. അതായത് നമ്മൾ വൈ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തു. വൈ എന്ന് പറയുന്നത് ഏതായിട്ട് ഫിക്സ് ചെയ്യാണ്, അതായത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ എക്സും വൈയും നമുക്ക് വേരി ചെയ്തിട്ട് വരാൻ പറ്റും. പക്ഷേ ഇവിടെ സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് അല്ല എക്സ് കോമ ബി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, അതായത് ഇവിടെ വൈ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന വാല്യൂ ഫിക്സ് ചെയ്യുന്നു, എക്സ് വേറെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനും എന്തുണ്ടായിരിക്കും, ഒരു ലോക്കൽ എക്സ്ട്രീമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ദെൻ ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറം ഫോർ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, എന്താ പറയണത്, ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എഫ് എക്സ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, എന്താണ് ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറം ഫോർ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് പറഞ്ഞിരുന്നത് ഇൻറ്റീരിയർ പോയിന്റ്സിൽ വേർ എഫ് എക്സ് എഫ് ഐ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീമം വാല്യൂസ് എന്ന് പറയുന്നത് ഫോർ എ എഫ് ഓഫ് എക്സ് വൈ എക്സ്ട്രീമം വാല്യൂസ് തരുന്നത് ഒന്നല്ലെങ്കിൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കാം നമുക്ക് ആ എക്സ്ട്രീമം വാല്യൂസ് വരിക, അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സിലായിരിക്കും എക്സ്ട്രീമം വാല്യൂസ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ഇതേമാതിരി തന്നെ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എഫ് എക്സ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 കിട്ടി. നമ്മളോട് ഒരു കാര്യം കൂടിയും പറഞ്ഞിരുന്നു, എഫ് ഐ ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദ ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ കോമ വൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കുക, എക്സിന് ഫിക്സ് ചെയ്യാം. അതായത് നമ്മൾ എക്സിന് എന്ത് ഫിക്സ് ചെയ്യുക, എ എന്ന് ഫിക്സ് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് ഫിക്സ് ചെയ്യുക, ദെൻ വൈ വേരി ചെയ്യണം. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ കോമ വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, എഫ് വൈ ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി അതിൻ്റെ പ്രൂഫ് പറയാം. നമ്മളോട് പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന് ഒരു മാക്സിമം വാല്യൂ ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എക്സ് ഓഫ് എ കോമ ബിയും എഫ് വൈ ഓഫ് എ കോമ ബിയും ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മളൊരു തന്നിരിക്കുന്ന ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്തിരുന്നു. എ ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രാഫിനെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്തു. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അല്ലേ, എ ബി എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഇതിൻ്റെ ഡൊമൈൻ്റെ ഉള്ളിലുള്ളതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു സർഫേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ ഇത്രയും ഭാഗം സർഫേസ്, ഇത് 3 ഡയമെൻഷനിലാണ്. അതുകൊണ്ടാണ് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു സർഫേസ് എടുത്തു. ഇനി നമ്മൾ വൈയിനെ, അതായത് നമ്മൾ വൈ ഇസ് ഈക്വൽ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യാം. നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൽ നമ്മൾ വൈക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു, വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു. പിന്നെ വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ ഇതായിരിക്കും വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്, അതായത് ഈ സർഫസിലെ ഒരു കർവ്. സർഫസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ഷീറ്റ് വിരിച്ച മാതിരി, ആ ഷീറ്റിലുള്ള നമ്മൾ ഒരു എന്താ പറയുക, അപ്പം ഒരു ഷീറ്റാണ് മുകളിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു നൂല് മാതിരിയുള്ള സാധനം വലിച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലോത്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഒരു ക്ലോത്ത് നമ്മൾ വിരിച്ചിട്ടിരിക്കുക വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലൈനിൽ നിന്ന് നമ്മളൊരു നൂല് വലിച്ചെടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നൂലൊരു കർവ് മാതിരി അല്ല ഉണ്ടാവുക. അപ്പോൾ അതാണ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്ന് പറയുന്ന ആ ഒരു കർവ് വരുന്നത്. ഓക്കെ, അതായത് അതിനെ നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ മതി. മനസ്സിലായോ, ആ മൊത്തത്തിലുള്ള ആ ഒരു ക്ലോത്തിൻ്റെ ഷീറ്റിൽ നിന്ന് ഞാൻ ഒരു ലൈൻ മാത്രം എടുക്കുമ്പോൾ അതാണ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. അതാണ് അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായിരുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എ കോമ ബി എന്ന് വരും അല്ലേ. ഇനി
ആ എഫ് എക്സ് ഓഫ് എ ബിയിൽ നമ്മളോട് പറയുകയും ചെയ്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ എക്സ്ട്രീമം എ ബിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ലോക്കൽ എക്സ്ട്രീമം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, അതായത് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്നതിന് ഒരു ലോക്കൽ എക്സ്ട്രീമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറം വെച്ചിട്ട് നമുക്ക് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റും. ഇനി സിമിലർ ആർഗ്യുമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ സിമിലർ ആർഗ്യുമെൻ്റ് പ്രകാരം അടുത്തതും എഫ് ഐ ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെയിം ഈ ഒരു പ്ലെയിൻ തന്നെ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു സർഫേസ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു സർഫേസ് തന്നെ കൺസിഡർ ചെയ്യണത്. ഇനി നമ്മൾ എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ് ഫിക്സ് ചെയ്യുന്നത്, ഇവിടെ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളൊരു നൂല് വലിച്ചെടുക്കുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ അതാണ് ആ കർവാണ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ കോമ വൈ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ തിയറത്തിൻ്റെ പ്രൂഫാണ്. ഓക്കെ, നിങ്ങൾ എക്സാമിന് ഇത്രയും എന്താ പറയുക ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ കൂടി എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് എന്ന് പഠിച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ മിനിമം വാല്യൂ അറ്റ് എൻ ഇൻറ്റീരിയർ പോയിന്റ് എ കോമ ബി ഇറ്റ്സ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് ഇഫ് എഫ് ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് there, then fx of a comma b is equal to 0 or fi of a comma b is equal to 0 എന്ന് ചിലപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് കൂടി എഴുതി വയ്ക്കണം. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തരാം, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പ്രൂഫ് എഴുതാൻ പറയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തരുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി തന്നാലും ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ ബി എന്ന് മാറ്റി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ പ്രൂഫാണ്. അതുമാതിരി തന്നെ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേമാതിരി തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ.